ഡ്രൈവറുകളുടെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെ ഇയാളും വന്നിട്ടുണ്ട്. മൂക്ക് പൊത്തിക്കൊണ്ടാണ്. എന്തിനാ മൂക്ക് പൊത്തുന്നത് അമ്മിക്കുട്ടി? നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വേസ്റ്റൊക്കെ എടുക്കുന്ന ഒരു വണ്ടി ഇതിലൂടെ പാസ് ചെയ്തു. അപ്പം അതിന് ശേഷമാണ് മൂക്ക് പൊത്തിയത്. ഞാൻ ഇവിടുന്ന് എങ്ങനെയാണ് നമ്മുടെ ഗ്യാസൊക്കെ ഫില്ല് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഗ്യാസ് ഫില്ല് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു സിസ്റ്റമാണുള്ളത്. പക്ഷേ ഇവിടെ ഗാനയിൽ നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അതിനനുസരിച്ച് നമുക്ക് പോയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ 180ക്കാണ് ഫില്ല് ചെയ്യുന്നത്. 180 CD അതിനാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പ്ലീസ് 200. 180. ഓക്കെ. ഞങ്ങൾ താമസിക്കുന്ന ഈ ഗാനയിൽ നമുക്ക് പെട്രോൾ പമ്പുകൾ, അതുപോലെ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻസ്, ഇതൊക്കെ നമുക്ക് അടുത്തടുത്ത് ഒരുപാട് കാണാൻ പറ്റും. അതിനൊന്നും ഒരു ക്ഷാമവുമില്ല. ഇവിടെ ഒരുപാട് വിറകൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയുള്ള ഗാനയിലുള്ള ജനങ്ങളാരും വിറകടുപ്പ് കത്തിക്കുക, അങ്ങനെ അതിന്ന് ഫുഡ് ഉണ്ടാക്കുക, ആ രീതിയൊന്നും ഞാൻ പൊതുവേ കാണാറില്ല. അപ്പോൾ കണ്ടിട്ടുള്ളത് പിന്നെയും അവർ ചാർക്കോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം ഇന്ന് ഞാൻ ഒരു കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞാനൊരു വെറൈറ്റി ഒരു ഡിഷ് ഉണ്ടാക്കി ശരത്തേട്ടനെ ഞെട്ടിക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഗ്യാസ് കഴിഞ്ഞിരിക്കുന്നു. കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് നല്ല പണി തന്നിരിക്കുന്നു. അപ്പം എന്നാൽ ശരി, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നപ്പോഴാണ് അപ്പോൾ അൻഷുവിനെ ഏതായാലും സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകണം. എന്നാൽ പിന്നെ അൻഷുവിനെ കൂട്ടാൻ പോകുന്ന വഴിക്ക് നമുക്ക് ഗ്യാസും ഫില്ല് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇവരോട് ചോദിച്ചപ്പോൾ, ഡ്രൈവറിനോട് ചോദിച്ചപ്പം ഡ്രൈവറെങ്കിലും പറഞ്ഞു ഓക്കെ കുഴപ്പമില്ലെന്ന്, നമുക്ക് പോയിട്ട് ഫില്ല് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതും എടുത്ത് വന്നതാണിപ്പോൾ. ഇവിടുത്തെ ഒരു സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്താൽ മതി. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സിലിണ്ടർ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ മസ്റ്റ് ആൻഡ് ഷുഡായിട്ട് നമ്മൾ ഇത്ര ഒരു എമൗണ്ട് പേ ചെയ്യണമെന്നുണ്ടായിരിക്കും. പക്ഷെ ചില സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടുത്ത് ചിലപ്പോൾ അത്രയും എമൗണ്ട് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പോൾ ആ രീതിയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 150-160 ആയിട്ടേ ഉള്ളൂ. വേറെയും കാറുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട്. അവരെന്നെ ഇതാ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് ചോദിച്ചു. താങ്ക് യു. ബനാന നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ഓക്കെ. അപ്പം ഞങ്ങളിതാ ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോവാണ്. ഷി വാണ്ട് ബനാന. ആമിക്കുട്ടി, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? താട്ടനെ എവിടുന്നാ കൂട്ടാനെ? പഠിക്കണോടത്തുനിന്നാ? സ്കൂളിന്നാ? ടാറ്റനെ കൂട്ടണോ ഇന്ന്? വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരണോ? വേണ്ടല്ലോ, ടാറ്റ സ്കൂളിൽ തന്നെ നിന്നോട്ടെ. വേണം? എന്തിനാ വീട്ടിൽ വന്നിട്ട് എന്തിനാ അടി ഉണ്ടാക്കാനല്ലേ? നല്ല കുട്ടിയാണോ? എന്നാ കൂട്ടിയിട്ട് വരാം. ഏട്ടൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. പോയി കൂട്ടിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആഫ്രിക്കയിലെ ഗാനയിൽ നിന്നും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്.
നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ആ സമയത്ത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.